എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ് ഇത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ കൊള്ളാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു ടൈമായി എണീറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഇതെപ്പോഴും കുടിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ കുടിക്കാറുള്ളൂ. എന്നിട്ട് ഞാൻ എണീറ്റ് പോയി ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് തിരിച്ചു വന്നു. കുറച്ച് പരിപാടി ചെയ്യാനുണ്ടായിരുന്നു വന്നിട്ട്. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നൊരു പ്രമോഷൻ ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതണമായിരുന്നു. ഇല്ലേ ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ബബ്ബ അടിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞു. ഇനിയും പ്രമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാൻ പോവാണ് ഗൈസ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ചായ പോലും കുടിച്ചിട്ടില്ല, ജസ്റ്റ് വെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെഡി ആവാം. അപ്പം ഈ ഡേ ഇൻ മൈ ലൈഫിൽ തന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയും കൂടെ കാണാം. ആദ്യം നമുക്ക് ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാം. ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കെട്ടി വെച്ചാൽ മതി. അല്ലെങ്കിൽ റെഡി ആകുമ്പോൾ ഈ മുടിയൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ശല്യം ചെയ്യും. ഓക്കെ, ആയിരിക്കും മതി. അപ്പം ഞാൻ വലുതായിട്ടൊന്നും ഒരുങ്ങുന്നൊന്നും ഇല്ല. ജസ്റ്റ് ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് എക്കോളജിക്കയുടെ ഈ സൺസ്ക്രീനാണ്. ഇത് മാത്രമൊന്നുമല്ല യൂസ് ചെയ്യാറ്, ഞാൻ മാറി എക്കോളജിക്കയുടെ തന്നെ വേറെ കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. കുറേ നാളുകൊണ്ട് ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പുറത്തൊന്നും പോകാത്തോണ്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് റെഡി ആവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ച് കൺസീലർ ഇട്ട് കൊടുക്കാം. എനിക്ക് കൺസീലർ ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. കൺസീലർ ഇല്ലാതെ പറ്റുകയില്ല. ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്നിട്ടും എൻ്റെ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ കറുപ്പ് വരികയാണ്. അതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിപ്പോ അമ്മ കാണുവാണെങ്കിൽ അമ്മ പറയും, അതെങ്ങാനോ 24 മണിക്കൂർ ഫോണും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ കുത്താറുണ്ട്, പക്ഷെ എന്നാലും ഒരു മയമൊക്കെ വേണ്ടേ. ഓക്കെ, ഇങ്ങനെ വെക്കാം. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇത്രയൊക്കെ വൃത്തിയുള്ള റൂമേ നമുക്കിവിടെ കിട്ടൂ. അപ്പോ ഇനി നമുക്ക് ചുമ്മാ ഇച്ചിരി ഇവിടെ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ്. ഇതൊരു ലിക്വിഡ് ബ്ലഷാണ്. ഇതൊരു ലിക്വിഡ് ബ്ലഷാണ്. ഇത് ഞാൻ എവിടെയാ ഈസി ബൈയിൽ എന്തോ പോവാ ഇപ്പം വാങ്ങിയതാണ് ഗൈസ്. ഈസി ബൈ. ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൗഡർ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. കുറേ നാൾ കൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ പൗഡർ ഇടുമ്പം മുഖത്തൊരു ഗ്ലോ വന്ന പോലെ തോന്നും. ഗ്ലോ അല്ല, എന്തൊരു വ്യത്യാസം. വീഡിയോ ഇല്ലാതെ എത്രമാത്രം കാണുമെന്ന് എനിക്കറിയില്ല, ബട്ട് നമുക്കൊരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം.
ലിപ്സ്റ്റിക്ക് ഞാൻ ഇപ്പം വളരെ കുറച്ചേ ഇടാറുള്ളൂ. മീൻസ് ഇതിൽ ഈ ബ്രഷിലുള്ളതെല്ലാം ഇവിടെ ഇങ്ങനെ ഇതിൽ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ചേ ഇടാറുള്ളൂ. കുറച്ചിടുമ്പോഴേ എനിക്കത് ലോങ് ലാസ്റ്റ് ചെയ്യാറുള്ളൂ. ഒരുപാട് ഇടുമ്പം ഞാൻ എന്തേലും ചെറുതായിട്ടൊന്ന് കഴിക്കുകയോ ഇച്ചിരി വെള്ളം കുടിക്കുകയോ എന്തേലും ചെയ്താൽ അതങ്ങ് പോവും. സോ നമുക്ക് കുറച്ചിടാം. ഓക്കെ, അത് മതി. അപ്പം ഇനി നമുക്ക് കുറച്ച് മസ്കാര ഇട്ടു. കണ്ണുറക്കത്തി മിനിറ്റ് വന്ന പോലെ ഇരിക്കും, അല്ലേലും ഇരിക്കും. എന്നാലും കുറച്ചൊന്ന് കൺപീലികൾ വിജർമ്പിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇത് ഇട്ട് കൊടുക്കും. ഉണ്ടാക്കണേ ഉണ്ടാക്കണേ കണ്ണിൻ്റെ ചേഞ്ച് ഉണ്ടോ? ഇത് കിട്ടില്ല മസ്കാരയാണ് ഗൈസ്. ഇത് വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നോ, ഇതാണെങ്കിൽ കഴുകിയിട്ടും പോകത്തില്ല. അങ്ങനെ തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കും. കുറെ കഴിഞ്ഞിട്ടൊക്കെ ഇത് പോകത്തുള്ളൂ. വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് ഇത്ര ആത്മാർത്ഥത കാണിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒന്ന് മുടിയും കൂടെ ചീവിയിട്ട് ഒരു ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. ബൈ. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറമാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല ഗൈസ്. അപ്പം ഷൂട്ടെല്ലാം ഞാൻ തന്നെയാണ് പൊതുവെ ചെയ്യാറ്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രണ്ട്സും എല്ലാം എടുത്ത് തരും. അതും ഷൂട്ടൊന്നും അങ്ങനെ എടുത്ത് തരാറില്ല ആരും. കാരണം എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. പ്രത്യേകിച്ച് അത് അറിയാവുന്ന ആൾക്കാരും കൂടെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ചമ്മലാണ് ഗൈസ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി എഡിറ്റ് ചെയ്ത് അയക്കേ വേണ്ടു. മാക്സിമം ഞാൻ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അയക്കുകയാണ് ചെയ്യാറ്. മാക്സിമം ഞാൻ പ്രൊമോഷൻ വീഡിയോസൊക്കെ വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഈ ഡ്രസ്സൊന്ന് മാറി എന്തെങ്കിലും കഴിക്കണം. കഴിച്ച് പിന്നെ വെറുതെ ഇരിക്കുക തന്നെ. വേറെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അപ്പം അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഞാൻ എന്തെങ്കിലും വീഡിയോ ഇടണം എന്ന് നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻസ് ആയിട്ട് പറയാം കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. ബൈ.